താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണു ചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശ തെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു മൈൻഡ് മാസ്റ്റർ. നമസ്കാരം. ഇന്നത്തെ പ്രശ്ന പരിഹാരത്തിൽ ചെന്നൈയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഒരമ്മയുടെ ചോദ്യമാണ്. ചെന്നൈയിൽ വെച്ച് ഒരു ട്രെയിൻ അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട തൻ്റെ മകൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള വ്യഗ്രതയാണ് പ്രശ്നം. കഴിഞ്ഞ 20 വർഷമായി മദ്രാസിലാണ് ഞാനും ഭർത്താവും താമസം. ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ അക്കൗണ്ടന്റായിട്ടാണ് എനിക്ക് ജോലി. അടുത്തൊരു കമ്പനിയിലാണ് ഭർത്താവ്. അതിനാൽ ഞങ്ങൾ ഒരു ഫ്ലാറ്റ് എടുത്ത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആണ് ഉള്ളത്. മൂത്ത പെൺകുട്ടി ചെന്നൈയിൽ തന്നെ MBAക്ക് പഠിക്കുന്നു. അവളുടെ ഇളയതാണ് ആൺകുട്ടി. 4ാം ക്ലാസ് വരെ മോനും ചെന്നൈയിൽ തന്നെയാണ് പഠിച്ചത്. 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ മുതൽ എൻ്റെ അമ്മയും സഹോദരനും ഒപ്പം നാട്ടിൽ വന്ന് പഠിച്ചു. ഇപ്പോൾ അവൻ 10ാം ക്ലാസ് ജയിച്ചു. ദൈവവിളി ഉണ്ടായിരുന്നതിനാൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുന്നു. മോൻ സെമിനാരിയിൽ ചേർന്നെങ്കിലും അവനെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രശ്നം ഇതാണ്: ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് ചെന്നൈയിൽ നിന്നും വരുന്ന റെയിൽ പാളത്തിന് സമീപത്തായിരുന്നു. ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി റെയിൽ പാളം കുറുകെ കടന്ന് അപ്പുറത്തേക്ക് വന്നാൽ ബസ് കിട്ടാൻ എളുപ്പമായിരുന്നു. ഫ്ലാറ്റിൽ താമസിച്ചിരുന്നതുകൊണ്ട് സ്വന്തമായി വാഹനമില്ലാതിരുന്നതുകൊണ്ടും ഞങ്ങൾ മിക്കപ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ പാളം കുറുകെ കടന്നാണ് ബസ്സിൽ പോയിരുന്നത്. മോൻ 4ൽ പഠിച്ചിരുന്നപ്പോൾ ദീപാവലിക്ക് ടൗണിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരികയായിരുന്നു. ഭർത്താവും ഞാനും മോനും മോളും ഉണ്ടായിരുന്നു. പല സാധനങ്ങളും ടൗണിൽ നിന്ന് വാങ്ങിച്ചു. മോന് ഒരു പുതിയ ഷൂവും അന്ന് വാങ്ങിച്ചിരുന്നു. ഫ്ലാറ്റിൽ ചെന്നിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കാതെ അവൻ കടയിൽ നിന്ന് തന്നെ ഷൂ കാലിലിട്ടു. പതിവ് പോലെ ഞങ്ങൾ ബസ്സിറങ്ങി ഫ്ലാറ്റിലേക്ക് നടന്നു. നേരം സന്ധ്യയോട് അടുത്തിരുന്നു. 1ാമത്തെ റെയിൽ പാളം മുറിച്ച് കടന്ന് 2ാമത്തേതിലേക്ക് വരികയായിരുന്നു. പിന്നീട് എല്ലാം മിന്നൽ വേഗത്തിലാണ് സംഭവിച്ചത്. ഞാനും മോളും റെയിൽ പാളം ആദ്യമേ തന്നെ കടന്നു. ഭർത്താവും മോനും പുറകിൽ. അവർ 2ാമത്തെ പാളം മുറിച്ച് കടക്കുകയാണ്. ട്രെയിൻ പോകി അലറി വന്നു. മോന്റെ കാലിലെ ഷൂ റെയിൽ പാളത്തിൽ ഉടക്കി. അവൻ നിലവിളിച്ചുകൊണ്ട് കാൽ ആഞ്ഞു വലിച്ചു. കാൽ പോന്നില്ല. പെട്ടെന്ന് ഭർത്താവ് കയ്യിലിരുന്ന സാധനങ്ങൾ താഴെ എറിഞ്ഞിട്ട് മോനെ പിടിച്ചു വലിച്ചു. ലൂസായിരുന്ന ഷൂ ഊരിപ്പോവുകയും മോൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ മോൻ കുറെ നേരത്തേക്ക് ബോധം വിട്ടുപോയി. ഇപ്പോൾ എന്നെ അലട്ടുന്ന ഭയം ഇതാണ്: ഈ അപകടം മോന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അവൻ്റെ സെമിനാരി ജീവിതത്തെ ഇത് ബാധിക്കുമോ? ഇക്കാര്യം മോനെ സെമിനാരിയിൽ ചേർത്ത വൈദികനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മോനെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതുണ്ടോ? ഇക്കാര്യം അറിഞ്ഞാൽ അവനെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു. ദുരന്തം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ അവിടെ തുണയായി വരുന്നത് ഭാഗ്യമാണ്. നമ്മളുടെ കത്തിൽ കേട്ട സംഭവത്തിലും ഇത് തന്നെയാണ്. ഒരു കുട്ടി എന്ന നിലയിൽ ഈ കുട്ടിയുടെ കാൽ റെയിൽ പാളത്തിനിടയിൽ ഉടക്കിപ്പോയി എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരുവാൻ ആ പിതാവിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ അമ്മ ചോദിച്ചിരിക്കുന്ന പ്രശ്നം ഇത് ഈ കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4ാം ക്ലാസ്സിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, സെമിനാരിയിൽ ചേർന്നിരിക്കുന്നു. സെമിനാരിയിലെ വൈദികരോട് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞിട്ടില്ല, അത് രഹസ്യമായ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് വൈദികരെ അറിയിക്കാൻ മാത്രമുള്ള ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള പല
അനുഭവങ്ങളും ദുരന്തങ്ങളും മിക്ക ആളുകളും കാണുന്നു. ചെറുപ്പത്തിലും മുതിർന്ന അവസ്ഥയിലും ഒക്കെ കാണാറുണ്ട്. ഉദാഹരണമായി വലിയ മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ സുനാമിയോ പല അപകടങ്ങളെ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്, കാണാറുണ്ട്. അതിന് ഇരയായിത്തീരുന്ന അല്ലെങ്കിൽ അത് കാണുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും അവരുടെ ഭാവി ജീവിതത്തിൽ പ്രശ്നമായി മാറുന്നില്ല എങ്കിൽ അവർ ആ പ്രശ്നത്തെ മാനേജ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ആ സംഭവം മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയും കാലാന്തരത്തിൽ അത് ഏതെങ്കിലും രൂപഭാവങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളതിനെ ഗൗരവമായി കാണാൻ പറ്റൂ. പിന്നെ ഇവിടെ ഒന്ന് ചെയ്യാമായിരുന്നു. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് അവിടെ കിട്ടുമായിരുന്നു. അധികം വൈകാതെ തന്നെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോന്നു എന്ന് പറഞ്ഞു. അതിനു ശേഷം നാട്ടിൽ അമ്മാവിൻ്റെയും അമ്മയുടെ ഒക്കെ കൂടെ ഇങ്ങനെ താമസിച്ചു എന്ന് ഒക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായതായി കത്തിൽ സൂചന ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് കുട്ടി ഈ പഴയ സംഭവം അതിനാൽ തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു, അതിനെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എങ്കിലും കുട്ടിയുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ട്. എല്ലാ പ്രസന്റ് ആയിട്ടുള്ള സംഭവങ്ങളും അത് മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ലെവലിലേക്ക് താഴ്ന്നു പോകുന്നു. അത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ വെളിയിൽ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പൊതുവെ മാനസികാരോഗ്യമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. പഠന കാലങ്ങളിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായതായി എഴുതിയിട്ടില്ല. ഇപ്പോൾ സെമിനാരിൽ ചേരുവാനായിട്ട് ആഗ്രഹിച്ചു, സെമിനാരിൽ ചേരുവാൻ തീരുമാനമെടുത്തു. അവിടെയൊക്കെ കൃത്യമായ ഒരു വീക്ഷണത്തോടു കൂടിയും ഒരു ഇൻസൈറ്റോടും കൂടിയാണ് ഈ കുട്ടി തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തത്. മറ്റൊരു കാര്യമായിട്ട് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചത് ഒരു ആൺകുട്ടിയാണ്, അടുത്ത പെൺകുട്ടിയാണ്. ഒരു ആൺകുട്ടിയായപ്പോൾ ആ കുട്ടി സ്വന്തമായി തീരുമാനമെടുത്തുകൊണ്ട് സെമിനാരിയിൽ ആകുവാൻ തീരുമാനമെടുത്തു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ അമ്മ ആവൽപ്പെടുന്ന പോലെ കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത്. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുവാൻ ഇതുവരെയുള്ള ഒരവസ്ഥ വെച്ചുകൊണ്ട് കാണുന്നില്ല. ഭാവിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് വിചാരിക്കും. പിന്നെ സംഭവിക്കാവുന്നത് ഇതുപോലെ ഒരു വലിയ ദുരന്തം കലാന്തരത്തിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ പഴയ സംഭവം ഏതെങ്കിലും ഒരു തരത്തിൽ വെളിയിൽ വരുവാൻ സാധ്യത ഇല്ലാതെയും ഇല്ല. ഈ കുട്ടി ഒരു വൈദികനായാൽ ഈ പ്രശ്നം ഭാവിയെ വൈദികനെന്ന നിലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? കുട്ടിയെ വൈദികനായി തീരുമ്പോൾ പ്രവർത്തന മേഖല അതുകൂടി ആശ്രയിച്ചല്ലേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയുക. ഇതിന് സമാനമായ അനവധി സംഭവങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളത്. ചില ആളുകൾക്ക് മാത്രമേ ഇത്തരം പഴയ ദുരന്ത അനുഭവങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാക്കുന്നതായി കാണാറുള്ളൂ. ഇവിടെ നമുക്ക് ആശിക്കാവുന്നത് ഈ കുട്ടിയുടെ വൈദികനായി തീർന്നാൽ ഭാവിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് ആശിക്കാവുന്നത്. കാരണം ഇതുവരെയും ഈ കുട്ടി കടന്നു പോന്നിട്ടുള്ള ഈ വർഷങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടങ്ങളിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിൻ്റെ ബാക്കിയായിട്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ കത്തിൽ പറഞ്ഞു ഈ കുട്ടിയെ ബോധം കെട്ടു വീണു എന്നവർ പറഞ്ഞാൽ അത് ശരിക്കും ആ കുട്ടിയുടെ മനസ്സിനെ ഈ സംഭവം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും അതോടൊപ്പം തന്നെ ഈ കുട്ടി ആ പ്രശ്നത്തെ അല്ലെ ആ സംഭവത്തെ തരണം ചെയ്തു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. നമുക്ക് യാതൊരുവിധ ആശങ്കകളും വരുത്താത്തതും അതാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ കുട്ടിയെ നല്ല വൈദികനായി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രശോഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. ഈ കുട്ടി ഇപ്പോൾ ഈ സാഹചര്യം വിട്ട് കേരളത്തിലേക്ക് വന്നിട്ടാണ് കുട്ടി പഠിച്ചിരിക്കുന്നത്. വീണ്ടും ഇതേ സാഹചര്യത്തിൽ വന്നാൽ
ഇതേ സിറ്റുവേഷൻ കണ്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധിക്കുന്നു? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇതുപോലെയുള്ള ദുരന്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ ആ പഴയ സംഭവം ഓർമ്മിക്കുക സാധാരണമാണ്. ഉദാഹരണമായി ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മളത് മറന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അതേ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സംഭവങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കില്ല. അത് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നോ പ്രീകോൺഷ്യസ് മൈൻഡിൽ നിന്നോ കടന്നു വന്ന് കോൺഷ്യസ് ലെവലിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ സാധ്യതയുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുക, ചിലപ്പോൾ റെയിൽപാളം വീണ്ടും കാണുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഈ പഴയ സംഭവം ഓർമ്മയിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ ഈ പഴയ പ്രശ്നം ഇങ്ങനെ ഓർമ്മയിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു ട്രെയിൻ കാണുമ്പോൾ ഈ സംഭവം ഓർമ്മയിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു ഷൂ കാണുമ്പോൾ ഈ സംഭവം ഓർമ്മയിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു ഷൂ കാലിലിടുന്ന സമയത്ത് ഈ സംഭവം ഓർമ്മയിലേക്ക് വരാം. പിന്നെ പല തരത്തിലുള്ള ഓർമ്മയിലേക്ക് വരാം. കാരണം ഈ സംഭവമായിട്ട് ലിങ്ക് കാണും. ഈ ഒരു ഇതുപോലൊരു സ്ഥലത്ത് വീണ്ടും എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുകയോ ചെയ്യുമ്പോൾ ഈ സംഭവം ഓർമ്മിച്ചു എന്ന് വെച്ച് ഈ കുട്ടിയുടെ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഒന്നും കാണുന്നില്ല. കുട്ടി മാനസികമായി നല്ല ആരോഗ്യാവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് നല്ല ഒരു വൈദികനായി ഏത് സ്ഥലത്തും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്ന് കരുതുക. ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.